तू क्या सोचता कि मैं कौन हूँ? A dictator. Yes, you are one. വെറും ഡിക്റ്റേറ്റർ അല്ല, എ ഗ്ലോറിഫൈഡ് ഡിക്റ്റേറ്റർ. സാർ മാത്രമല്ല, കള്ളപ്പണക്കാർക്ക് പഴുതുകൾ ഒരുക്കി കൊടുത്തും പാവപ്പെട്ട ജനങ്ങളെ തെരുവുകളിൽ ക്യൂ നിർത്തിയും ജനങ്ങളോട് നിഴൽ യുദ്ധം നടത്തുന്ന ഓരോ മന്ത്രിപുങ്കവന്റെയും റോൾ അത് തന്നെയാണ്. ദാറ്റ് ഓഫ് എ ഗ്ലോറിഫൈഡ് ഡിക്റ്റേറ്റർ. അരെ ഭായ്, പിന്നെ പറയണം, കാണാതായ നജീബിന്റെ ഉമ്മ അവിടെ വന്ന് കയറിയപ്പോ അവരെ അധിക്ഷേപിച്ച് വിടാൻ മാത്രം എന്തായിരുന്നു നിങ്ങളുടെ പോലീസിന് തിടുക്കം? കമോൺ, വാട്ട് വാസ് യുവർ പ്രീ ഓക്യുപേഷൻ? मैंने जापान में जाने के लिए तैयार कर रहा था. ഓ യെസ്, നയതന്ത്ര ഊർജിട്ടൽ. എന്തായിരുന്നു ലക്ഷ്യം? ഓ, അല്ലെങ്കിൽ തന്നെ അതിന് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും വേണ്ടല്ലോ, അല്ലേ? മകളുടെ വിവാഹം ആർഭാടമാക്കി സ്വരുക്കൂട്ടി വെച്ച കള്ളപ്പണം എങ്ങനെ വെളുപ്പിക്കാമെന്നതിനെ കുറിച്ചുള്ള പഠനം നടത്താൻ എംപിമാരുടെ ഒത്താശയോടെ സൗജന്യ വിദേശയാത്ര. ये जापान के साथ दोस्ती को मजबूत बनाने के लिए किया गया था. യെസ്, there you are. അദാനി അംബാനി ശ്രേണിയിലേക്ക് മുതലാളിമാരെ കൈപ്പിടിച്ചുയർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പ്രധാനമന്ത്രിയുടെ ഫോറിൻ സ്റ്റഡി ടൂർ. അതല്ലെങ്കിൽ ഗോൾഡൻ സ്യൂട്ടിനകത്ത് സ്വന്തം പേര് വരെ തുന്നിച്ചേർത്ത് ക്യാമറകൾക്ക് മുന്നിൽ ഞെളിഞ്ഞു നടക്കാനും ടേക്ക് എ സ്റ്റെപ്പ് വേവ് ദ ഹാൻഡ് ഹിറ്റ് ദ ബൂട്ട് എന്ന താളത്തിൽ 6 അടി നെഞ്ചും വിരിച്ച് നടക്കാനും അതുവഴി ലോകത്തിന് മുമ്പിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാനും ഇന്ത്യയെ മോഡിഫൈ ചെയ്യാനും പ്രധാനമന്ത്രിയുടെ മേൽനോട്ടത്തിൽ ഫോറിൻ എക്സിബിഷൻ ടൂർ, അല്ലേ? അരെ ചുപ് രഹോ. വൈ? ബിക്കോസ് ഐ ഹേറ്റ് യുവർ പ്രെജുഡിസ്. അതെ സർ, ഐ ആം പ്രെജുഡിസ്ഡ്. എനിക്ക് മുൻവിധികളുണ്ട് ഈ നാടിനെ കുറിച്ച്. പക്ഷേ ഭാരത് മാതാക്ക് ജയ് വിളിച്ചാലും വന്ദേമാതരം ചൊല്ലിയാലും സിയാച്ചിനിലെ പട്ടാളക്കാരെ കുറിച്ചോർത്ത് മുതലക്കണ്ണീരൊഴുക്കിയാലും രാജ്യസ്നേഹം തെളിയിക്കാൻ എല്ലാമായി എന്ന് തെറ്റിദ്ധരിക്കുന്ന നിങ്ങളെപ്പോലുള്ള സ്മഗുകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. Shove that sarcasm, you. अरे चुप रहो. मैं सहमत हूँ that you are a collector. लेकिन मैं superior हूँ, Prime Minister. Yes, Prime Minister. ഇന്ത്യൻ പ്രധാനമന്ത്രി. ആ പദവിയുടെ അർത്ഥം എന്താണെന്ന് അറിയോ സാറിന്? അതറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് സാർ അറിയണം. വള്ളിനിക്കറിട്ട് നടക്കുന്ന സംഘികളുടെ ശാഖകളിൽ നിന്നും നിങ്ങൾ പഠിച്ച ഇന്ത്യയല്ല അനുഭവങ്ങളുടെ ഇന്ത്യ. കോടിക്കണക്കായ പട്ടിണിക്കാരുടെയും നിരക്ഷരരുടെയും ഇന്ത്യ. വർഗീയതയുടെ വിഷം